മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഞാൻ അവനെ അന്വേഷിച്ചു പോകുന്നൊന്നും ബീന പ്രതീക്ഷിക്കണ്ട. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഹരിയേട്ടാ അങ്ങനെ പറയല്ലേ. അവന് വേറെ ആരുമില്ലെന്നൊരു വാക്ക് ബീന ഇനി പറയരുത്. അങ്ങനൊരു അവസ്ഥ അവൻ ഇവിടെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വിചാരം ഉണ്ടാവേണ്ടത് അവനാ. അവന് വയസ്സെത്രയെന്ന് അറിയാലോ. അവന്റെ പ്രായത്തിലുള്ള പയ്യന്മാർ ജോലിക്ക് പോയി വീട്ടിലുള്ളവർക്ക് ചെലവിന് കൊടുത്തു തുടങ്ങി. അവനിപ്പോഴും കൂട്ടുകാരുടെ കറങ്ങി നടന്ന് നശിക്കുക. ഇതിനെല്ലാം കാരണക്കാരി ബീന മാത്രമാ. മക്കള് തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയണം, അത് തിരുത്തണം. അല്ലാതെ എന്നും അവരെ സംരക്ഷിച്ചാലേ ഇതായിരിക്കും അവസ്ഥ. അവൻ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഹരിയേട്ടാ. അതിനെക്കുറിച്ചൊന്നും ബീന പറയണ്ട. എനിക്കത് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല. ഇനിയും സൂരജിന് ഇതുപോലെ വളം വെച്ച് കൊടുത്താൽ ബീനയ്ക്ക് അവനെ കാണാൻ ജയിലിലെ വിസിറ്റിംഗ് ടൈമിൽ മാത്രമേ സാധിക്കൂ. വീട്ടിലെ കള്ളൻ നാട്ടിലെ കള്ളനാവാൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഹരിയേട്ടാ. അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. എന്നും എപ്പോഴും ബീന അവനെ ന്യായീകരിക്കുകയുള്ളൂ. അതാണ് അവൻ ഒരിക്കലും നന്നാവാത്തത്. തല്ലിയും ഉപദേശവും ഒക്കെ നന്നാക്കേണ്ട പ്രായം കഴിഞ്ഞുപോയി. ഇനി സൂരജ് സ്വയം തീരുമാനിച്ച് തിരിച്ചറിവോടെ നന്നാവണം. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഹരിയേട്ടാ അവൻ എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇനി അവൻ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. അവനെ ഞാൻ നന്നാക്കിക്കോളാം. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കേട്ടതാ ബീനെ. അവന് ജീവിക്കാനും അവനെ രക്ഷിക്കാനുമെല്ലാം അവനറിയാന്ന് പറഞ്ഞാ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പോഴേ ഞാൻ അവനെ മറക്കേണ്ടതാ. എങ്കിലും ഒരു മകന്റെ സ്ഥാനത്ത് ഇത്രയും നാൾ കണ്ടുപോയതുകൊണ്ടും എന്റെ മനസാക്ഷി സമ്മതിക്കാത്തതുകൊണ്ടുമാണ് പോലീസുകാർക്ക് അവനെ വിട്ടുകൊടുക്കാതെ ഞാൻ ആ കേസ് പോയി ഒത്തുതീർപ്പാക്കിയത്. അവൻ കാരണം ഞാൻ ദിവസവും എത്ര പേരുടെ മുമ്പിലെ നാണം കിടുന്നറിയാമോ. എനിക്ക് ഏത് നേരത്ത് ആ മാല എടുത്ത് അവിടെ വെക്കാൻ തോന്നിയത്. അത് കാണാതെ പോയപ്പോ പോട്ടേന്ന് കരുതിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അത് തിരിച്ചു കിട്ടിയതാ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. താൻ ആ മാലയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പാവം വിദ്യയെ സംശയിച്ച് എന്തൊക്കെ പറഞ്ഞു. അതിന്റെ പേരിൽ മനോജിന്റെ വീട്ടിൽ വിളിച്ച് വഴക്കുണ്ടാക്കി. വിദ്യ ഇതിൽ നിരപരാധിയായിരുന്നു. ആ പാവത്തിന്റെ കണ്ണീരിന് ഈശ്വരൻ മറുപടി പറയിപ്പിക്കും. അത് മാത്രോ, താൻ മീരയോട് സംസാരിച്ച ഓർമ്മയില്ലേ? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും താൻ അവളോട് ചോദിച്ചു. ഇതിനൊക്കെ ഈശ്വരൻ വെറുതെ വിടുവോ? നമ്മുടെ കർമ്മങ്ങളിലും ചിന്തകളിലും തെറ്റുണ്ടെങ്കിൽ അതിനെല്ലാം ശിക്ഷയുമുണ്ട്. അതെല്ലാം വലിയ താമസമില്ലാതെ കിട്ടുകയും ചെയ്യും. ഹരിയേട്ടാ ആ മാല കാണാതായപ്പോ ഞാൻ കുറച്ച് ടെൻഷനിലായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പണ്ട് മായയുടെ ഒരു ഫോട്ടോ ഇവിടെ ഇരുന്നതിന് താൻ പ്രശ്നം ഉണ്ടാക്കിയ ഓർമ്മയുണ്ടോ? അന്ന് പഴയ ഓർമ്മകളെല്ലാം മറക്കാനുള്ളതാണെന്ന് പറഞ്ഞ് താൻ കുറെ സംസാരിച്ചിരുന്നു. അതേ ആള് തന്നെയാ പഴയ ഭർത്താവ് തന്ന സമ്മാനം കാണാതെ പോയിന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇത് ഇത്രയും പ്രശ്നങ്ങളാവുമായിരുന്നെങ്കിൽ ആ മാല തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് ചിന്തിക്കേണ്ടത് ഇപ്പോഴല്ല. താൻ നിരപരാധികളെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിരുന്നു. നീ പഠിക്കണോ? ആ നാളെ സബ്മിറ്റ് ചെയ്യാൻ എഴുതാ. അതിന് കുറച്ച് പണിയില്ല. എന്റെ ചേച്ചിക്കുട്ടി, എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. നിന്നോട് കാര്യം ഒന്ന് പറയാൻ വന്നതാ. ആണോ? എന്തോ ഓഫർ?
എന്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്ത് UPSC കോച്ചിങ് സെന്റർ തുടങ്ങി. കൊള്ളാലോ. അവിടെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. സിവിൽ സർവീസോ? അതെ, അതിൽ മലയാളം ഓപ്ഷൻ എടുക്കുന്നവർക്ക് മലയാളത്തിന്റെ ക്ലാസ് എടുക്കാനാ. ഒരു മെയിൻ പ്രൊഫസർ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് എന്നും ക്ലാസ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതെങ്കിൽ ഇഷ്ടപ്പെട്ട ലക്ഷണം ഉണ്ടല്ലോ. എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാ. അതിന് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്നേ. അല്ല, അവിടെ ജോലി ചെയ്യുന്നതിന് സാലറി വല്ലതും കിട്ടോ? അവര് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരുപാട് കുട്ടികളൊന്നും പഠിക്കാനില്ല, അതുകൊണ്ട് കാര്യമായ സാലറി ഒന്നും കിട്ടില്ല. പിന്നെ ഫ്രീ ആയിട്ട് കോച്ചിങ് കിട്ടും. എന്നാ പിന്നെ കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞ അവിടെ പോവാലോ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറഞ്ഞാ മതി. അതാവുമ്പോ അച്ഛൻ പെട്ടെന്ന് വേണ്ടെന്ന് പറയാൻ സാധ്യതയില്ല. എന്നാ പിന്നെ അങ്ങനെ പറയാല്ലേ. ആ, ഞാൻ കോച്ചിങ്ങിന് പോയിട്ടോ എക്സാം എഴുതിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതൊന്നും എനിക്ക് പറ്റിയ പരിപാടിയേ അല്ല. എന്നാലും ആ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ. എനിക്കിഷ്ടമുള്ള ജീവിതം കുറച്ചു നാളെങ്കിലും ജീവിക്കാമല്ലോ. അതെ, സ്കൂളിലും കോളേജിലും തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ. ചെയ്യുന്ന ടീച്ചിങ്ങോ? അതെ, പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റിൽ എഴുതിയതുപോലെ നമ്മൾ ശക്തമായ ഒരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് നേടിത്തരാൻ പ്രപഞ്ചം പോലും നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്ന. അതുകൊണ്ടല്ലേ എനിക്ക് ഈ ജീവിതത്തില് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്തിത്തരാൻ ഇങ്ങനൊരവസരം എന്നെ തേടി വന്നത്. അവസരമൊക്കെ വന്നു. ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാരനായ അച്ഛനൊന്ന് സമ്മതിച്ചു കിട്ടിയ പൗലോ കൊയ്ലോയെ ഞാൻ അംഗീകരിക്കാം. അദ്ദേഹത്തിനെ നിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, അച്ഛനെ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ എവിടെയോ ഉള്ള ഒരു എഴുത്തുകാരനെ പറഞ്ഞ എന്റെ ചേച്ചിനെ വെറുതെ വിടില്ല. അതെ, ഇക്കാര്യം അച്ഛനടുത്ത് എങ്ങനെ അവതരിപ്പിക്കാനാ പ്ലാൻ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. സംഭവം അറിഞ്ഞപ്പോഴേ നിന്നോട് വന്ന് പറഞ്ഞതാ. ബാക്കിയൊക്കെ ഇനി വേണമെന്ന് ആലോചിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അമ്മയെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോ എന്താണ് അച്ഛന്റെ മറുപടി എന്ന് അറിയാൻ പറ്റും. അച്ഛൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ നമുക്കത് മാറ്റി പറയിക്കാനുള്ള വഴി അപ്പൊ ആലോചിക്കാം. അച്ഛൻ പറ്റില്ല എന്ന് പറയാനാ സാധ്യത കൂടുതൽ. അങ്ങനെ പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞാലല്ലേ. ആദ്യം പറയട്ടെ, ബാക്കി അത് കഴിഞ്ഞ് ആലോചിച്ചാ പോരെ. അതല്ല ശിവാനി, എനിക്കതിന് എങ്ങനെയെങ്കിലും പോണം. അച്ഛനെതിർത്താ അതിനെ മറികടക്കാൻ ഇപ്പോഴേ ഒരു വഴി കണ്ടുപിടിച്ച മനസ്സിനൊരു സമാധാനം ഉണ്ടായെന്നെ. ശ്യാമേച്ചി പേടിക്കാതിരിക്കും. അച്ഛനെതിർത്താ ചേച്ചിക്ക് വേണ്ടി ഒന്നല്ല 100 വഴി ഈ അനിയത്തി കണ്ടുപിടിച്ചു തരും. ഓ, അച്ഛന്റെ കുരുട്ട് ബുദ്ധി മുഴുവൻ നിനക്ക് കിട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരി. ഒരു സഹായം ചെയ്യാൻ വന്നത് ഞാനിപ്പോ കുരുട്ട് ബുദ്ധിക്കാരിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ നിന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതല്ലേ. വല്ലാതങ്ങ് പുകഴ്ത്തല്ലേ. ഇപ്പൊ പറഞ്ഞ എല്ലാ സഹായ വാഗ്ദാനങ്ങളും ഞാനിങ്ങനെ പിൻവലിക്കും. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ അറിയാതെ പറഞ്ഞതാ മോളെ. സോറി, നീ ഒന്ന് ക്ഷമിക്കേ. നിനക്ക് നല്ല തെളിഞ്ഞ ബുദ്ധിയാ. നീ ഭയങ്കര മിടിക്ക പോരെ. ഹലോ, എന്തായി കാര്യങ്ങളൊക്കെ? അവരാരുടേക്കാ അന്വേഷിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാരണവശാലും ബാംഗ്ലൂരിലെ എന്റെ ഒരു കാര്യവും ആരും അറിയാൻ പാടില്ല. ഭാഗ്യത്തിന് അവരാദ്യം തിരക്കിയതെല്ലാം നമ്മുടെ ആൾക്കാരോടാ. അതുകൊണ്ട് ഇതുവരെ സേഫാണ്. അതെ, എന്തായാലും നമ്മുടെ ശത്രുക്കളുടെ കയ്യിലൊന്നും ചെന്ന് പെടാതിരുന്നാ മതി. അങ്ങനെ എത്തിപ്പെടുമെന്ന് തോന്നിയാ എത്ര റിസ്ക് എടുത്താണെങ്കിലും അവരെ ബ്ലോക്ക് ചെയ്യണം. ഇല്ല, ഒന്നും ശരിയായിട്ടില്ല. നല്ല രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ അതെ വിസ്മയ. ആ ശരി, പിന്നെ വിളിക്കാം ഞാൻ. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാനൊരു കൂട്ടുകാരിയോട് ഫോണിൽ സംസാരിച്ച് ഇങ്ങി വന്നതാ. വാ, ഫുഡ് കഴിക്കാം. വാ. ആ, എത്തിയോ മോനെ? അല്ല, എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ വിളിക്കാതിരുന്നത്? ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് പോന്നു. പോയ കാര്യമൊക്കെ എന്തായി? എല്ലാം ഓക്കെയാണ്.
അവിടെ എല്ലാം ഓക്കെ ആയപ്പോൾ ഇവിടെ പുതിയ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ? ഞാനെല്ലാം വിഘ്നേഷിനെ ഏൽപ്പിച്ചതാ. അതിങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല. അളിയന് ഉത്തരവാദിത്വം ഇല്ലെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും ഇത്ര പതറ്റിക്കാണ് അവസ്ഥയെന്ന് എനിക്കറിയില്ലായിരുന്നു. യൂണിയൻ ലീഡർ കുഴപ്പിച്ചാണെന്നാ ഞാൻ അറിഞ്ഞത്. അയാളെ ഡീൽ ചെയ്താൽ എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നു. അയാളെ കാണും മുമ്പ് എനിക്ക് അളിയനെ ഒന്ന് കാണണം. ആദ്യം നമ്മുടെ കമ്പനിക്കുള്ളിലെ കാര്യങ്ങളാണ് ശരിയാക്കേണ്ടത്. അത് കഴിഞ്ഞല്ലേ ബാക്കിയുള്ളത്. അതൊക്കെ ഇനി രാവിലെ സംസാരിക്കാം. നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്തു വെക്കാം. ഞാൻ കഴിച്ചു അമ്മേ. ആ, എന്നാ പോയി നീ റെസ്റ്റ് എടുക്ക്. അമ്മേ, നാളെ തന്നെ അളിയനോട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യം അത്. അതൊക്കെ ആയിക്കോ, പക്ഷെ അതൊരു പ്രൈവറ്റ് ഡിസ്കഷൻ ആയിരിക്കണം. ശരി അമ്മേ. ഓഫീസ് ടൈമിൽ അമ്മയും അമ്മാവനും ഉള്ളപ്പോൾ സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ടാ അളിയനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അളിയൻ ഈ കമ്പനിയും ബിസിനസ്സും ഒന്നും അത്ര താല്പര്യമുള്ള കാര്യങ്ങളല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇതൊരു ജോലിയാണെന്നും ഈ പോസ്റ്റിലേക്ക് എത്താൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണെന്നും ഈ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് ജീവിക്കുന്നതാണെന്നും അളിയനൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യുന്ന ജോലിയോട് കുറച്ചുകൂടി ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും ഒക്കെ അളിയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആദർശ് വിചാരിക്കുന്ന പോലെ യൂണിയൻ പ്രശ്നം വഷളായത് എന്റെ തെറ്റുകൊണ്ടൊന്നും അല്ല. പിന്നെ എന്റെ തെറ്റാണോ? ഒരു പ്രാവശ്യം സംസാരിച്ച് സംഭവങ്ങൾ ഒത്തുതീർപ്പാക്കി അടുത്ത ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ യൂണിയൻ ലീഡർ പിന്നെയും പ്രശ്നമായിട്ട് വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കളിയില്ലേ? ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അയാളും എല്ലാം സമ്മതിച്ചിട്ടാണ് വീണ്ടും വർക്ക് തുടങ്ങാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് അയാള് കാല് മാറി പുതിയ ഡിമാൻഡുകളുമായിട്ട് വന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ ഞാൻ എങ്ങനെയാ കുറ്റക്കാരനാവുന്നത്? യൂണിയൻ ലീഡറുമായി ഒരു എഗ്രിമെന്റ് ആദ്യത്തെ ചർച്ചയ്ക്ക് ശേഷം വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ അയാൾ ഇങ്ങനെ ഒരു ആവശ്യം പറയുമായിരുന്നോ? അത് എന്താ മറുപടി പറയാത്തത്? അത് അങ്ങനെ ഒരു എഗ്രിമെന്റിനെ കുറിച്ച് എന്നോട് ആരും പറഞ്ഞിരുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും പറയണോ? എല്ലാം പറഞ്ഞു ചെയ്യിക്കാനാണെങ്കിൽ എന്തിനാണ് അളിയൻ അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുന്നത്? നമ്മുടെ ഒരു ഡ്രൈവറെയോ ഓഫീസ് അസിസ്റ്റന്റിനെയോ വെച്ചാൽ പോരെ? ആദർശ്, അമ്മ എന്നോട് പറഞ്ഞത് യൂണിയൻ ലീഡറുമായിട്ട് അമ്മ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ തീരുമാനങ്ങൾ അവരെ അറിയിച്ചാൽ മാത്രം മതിയെന്നാ. അത് ഞാൻ ചെയ്തു. അവസാനം യൂണിയൻ ലീഡർ കാല് മാറിയതിന് ആദർശ് എന്നോട് ചൂടാവേണ്ട ഒരു കാര്യവുമില്ല. അളിയനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോയ ഒരു കാര്യത്തിൽ ഒരാൾ ഇടപെട്ട് നമ്മളെ പിന്നിലേക്ക് വലിച്ച് വീണ്ടും ഒരു ബാർഗനിങ് നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിടിപ്പുകേടാ. നമ്മൾ അതിന് അവസരം കൊടുത്തിട്ടാ. അത് കമ്പനിക്ക് ക്ഷീണമാണ്, MD ആയി എനിക്ക് ക്ഷീണമാണ്, ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന അളിയനും ക്ഷീണമാണ്. ആദർശ് പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ഞാൻ അതിൽ നിരപരാധിയാ. ഇത് എന്റെ തെറ്റല്ല. ഇതിന് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, എങ്കിൽ പറ, ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? എനിക്കാണോ? അമ്മയ്ക്കാണോ? അതോ കമ്പനിയിലെ മറ്റാർക്കെങ്കിലും ആണോ? അളിയൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. കമ്പനിയിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ പ്രശ്നമുണ്ടാവാം. അത്തരം സമയങ്ങളിൽ കൃത്യമായി പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിലോ അതിനുള്ള കഴിവില്ലെങ്കിലോ ആ പ്രശ്നം ഉണ്ടായത് തന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഇങ്ങനെ വാദിക്കാതെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള തന്റെ ഇടമെങ്കിലും കാണിക്കണം. അല്ലാതെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, എന്നെ ഒന്നും പറയണ്ട എന്നല്ല സംസാരിക്കേണ്ടത്. ആദർശ്, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമല്ല, ആദർശിന്റെ പെങ്ങളുടെ ഭർത്താവ് കൂടിയാ. അത് മനസ്സിൽ വെച്ച് വേണം എന്നോട് സംസാരിക്കാൻ. അതെ, ഇപ്പൊ പറഞ്ഞ ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വാങ്ങിച്ചേനെ. ഓ, അതാണ് ആദർശിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും എഴുതി തന്നേക്കാം. നിങ്ങളുടെ കമ്പനിയോ പണമൊന്നും കണ്ടിട്ടല്ല ഞാൻ നിങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിച്ചത്. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് കമ്പനിയിലെ കാര്യങ്ങളാ. അതിൽ ബന്ധങ്ങൾ ഇടകലർത്തേണ്ട കാര്യമില്ല. ബന്ധവും ബന്ധുക്കളും ഒക്കെ വീട്ടിലാ. ഞാനിപ്പോ സംസാരിക്കുന്നത് ഒഫീഷ്യൽ കാര്യങ്ങളാ.
ഇതേ കാര്യം ഞാൻ ഓഫീസിൽ വെച്ച് പരസ്യമായിട്ട് സംസാരിച്ചാൽ ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. അത് അളിയന് തന്നെ മോശമാവും. അതുണ്ടാകാതിരിക്കാനാ ഞാനിവിടെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. ശരി, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് ആദർശ് പറഞ്ഞു വരുന്നത്? ഞാൻ അതുപോലെ ചെയ്യാം. ദയവ് ചെയ്ത് അളിയൻ ഇനി ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വന്നാൽ എന്നെയോ അമ്മയോ അല്ലെങ്കിൽ മഹാദേവൻ അങ്കിളിനെയോ വിളിച്ച് ചോദിക്കണം. ഇനി അതിനെന്തെങ്കിലും വിസമ്മതം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേ. അപ്പോൾ ഓക്കെ. മോളെ, സൂരജ് ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. വന്നില്ലേ? അവനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. സൂരജിന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഹരിയേട്ടനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന മട്ടില്ല. മോളൊന്ന് ഹരിയേട്ടനോട് പറയാവോ? അവൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ അതിന്റെ പേരില് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവന്റെ അമ്മയല്ലേ മോളെ. മക്കള് എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മ അത് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എങ്ങനെയെങ്കിലും സൂരജിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന എനിക്ക് അവനെ പറഞ്ഞു തിരുത്താൻ സാധിക്കും. മോള് ഹരിയേട്ടനോട് പറഞ്ഞ ഹരിയേട്ടൻ കേൾക്കും. ഒന്ന് പറയോ മോളെ? ഞാൻ പറയാം ബീനാമ്മ. സൂരജിനൊരു കുഴപ്പമുണ്ടാവില്ല. സൂരജ് തിരിച്ചു വരും. ബീനാമ്മ പേടിക്കണ്ട. പേടിക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് നല്ല പേടിയുണ്ട് മോളെ. അവന്റെ സ്വഭാവം ഒരു സ്ഥിരതയില്ലാത്തതാ. വഴക്കിട്ട് വാശിക്കിറങ്ങിപ്പോയതാ. എന്തൊക്കെയാ ഇനി പോയി ചെയ്തു കൂട്ടുകയെന്ന് അറിയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല ബീനാമ്മ. വരും വരായികളൊന്നും ആലോചിക്കാതെ സൂരജ് ഒന്നും ചെയ്യില്ല. അല്ല മോളെ, അവന് വാശി കയറിയ പിന്നെ പ്രാന്ത. ഇത്തവണ നല്ല ദേഷ്യത്തിലാ ഇറങ്ങിപ്പോയത്. ഹരിയേട്ടനാണെങ്കിൽ അവന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എല്ലാം കൂടി ആലോചിച്ചിട്ടിപ്പോ എനിക്ക് ഒരു സമാധാനം ഇല്ല മോളെ. ബീനാമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഞാൻ അച്ഛനോട് പറയാം. ഇന്ന് തന്നെ സൂരജിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ തന്നെ മോളെന്ന് അച്ഛനോട് പറയാവോ? പറയാം. എങ്കി വാ, ഹരിയേട്ടൻ റെഡിയായിട്ട് നിൽക്കുക. ഇവിടെ വെച്ച് തന്നെ പറഞ്ഞോ. പുറത്തു വെച്ച് പറയാൻ നിന്നാ മറ്റെന്തെങ്കിലും സംസാരിച്ച് വിഷയം മാറിപ്പോവോ മറന്നു പോവോ ചെയ്താലോ? മോള് വാ. അല്ലെങ്കിൽ മോള് തനിയെ ചെന്ന് സംസാരിക്ക്. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാണെന്ന് ഹരിയേട്ടന് തോന്നണ്ട. മീരമോള് സ്വന്തമായിട്ട് പറഞ്ഞാണെന്ന് തോന്നിയ ഹരിയേട്ടൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. ചെല്ലു മോളെ. ശരി. അച്ഛാ. ആ, ഇറങ്ങാം മോളെ. അച്ഛാ, സൂരജിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? സ്വയം നശിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചവരെ നമ്മൾ അന്വേഷിച്ചിട്ട് എന്താ കാര്യം മോളെ? നമ്മള് അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛാ. ഓ, ബീന രാവിലെ തന്നെ മോളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞയച്ചു കാണും അല്ലേ? അതെ, അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഹരിയേട്ടനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത്? ഞാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച് എന്റെ മകനെയാണ് കാണാതായിരിക്കുന്നത്. എനിക്ക് അവനെ തിരിച്ചു വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ കൊള്ളരുതാത്തവനായിരിക്കും. പക്ഷേ എനിക്കവൻ എന്റെ മകനാണ്. ഒരമ്മയുടെ വേദന നിങ്ങൾക്ക് ആർക്കും എന്താ മനസ്സിലാവാത്തത്? ബീനെ, ഇത്തരത്തിലുള്ള സംസാരം ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. സൂരജ് എന്തെങ്കിലും തോന്നിവാസം ചെയ്യുക, അതിന്റെ പിന്നാലെ ഒരു ഇറങ്ങിപ്പോക്ക് നാടകം നടത്തുക, പിന്നെ നമ്മൾ പോയി അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവരിക, തന്റെ വക പെറ്റ വയറിന്റെയും നോവിന്റെയും കണക്ക് പറയുക. ഇതൊന്നും ഇനി വേണ്ട.
ഞാൻ പ്രതികരിക്കില്ലെന്ന് കണ്ടാൽ ഉടനെ മീരയെ കൊണ്ടുള്ള ശുപാർശ ഇനി വേണ്ട. സൂരജ് ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ള കാരണം ബീനയാണ്. മക്കൾ തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കണം, ശിക്ഷിക്കണം. വലിയ തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ ശിക്ഷിക്കണം. എല്ലാത്തിനും അവരെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും നിന്നാൽ അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അവർ ഒരിക്കലും തിരുത്തില്ല. വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒപ്പം വലിയ വലിയ തെറ്റുകളിലേക്ക് പോവുകയും ചെയ്യും. അവസാനം നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കൈവിട്ടു പോവും. അന്നേ ഇതുപോലെ വിഷമിക്കാനും തർക്കിക്കാനും അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.